ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അതേപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ ഗോതമ്പ് മേടിച്ചിട്ട് പൊടിപ്പിച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ഒന്ന് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സറിൽ അലറിയിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാവാനായിട്ട് വയ്ക്കുക. നന്നായിട്ട് ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു വലിയ സവാള ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, ഒരു 4 പച്ചമുളക് അരിഞ്ഞതും, ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും, കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കായം പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തക്കാളി സവാളയൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ചെറുതായി ചൂടാറി വരുമ്പോൾ നമുക്കിത് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റും നല്ല മണവും രുചിയും ഒക്കെ ഉണ്ടാവും. നന്നായി ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ദോശത്തട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പരത്താൻ പറ്റില്ല. അപ്പോൾ ഒരു ചെറിയ ചൂടാകുമ്പോഴേക്കും നമുക്ക് മാവ് ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. സവാളയൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും പെട്ടെന്ന് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ മെല്ലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം ഏകദേശം ആയി വരുമ്പോൾ നമുക്കിതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ടാലും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അങ്ങനെ 2 പുറവും ആയി വരുമ്പോൾ നമുക്ക് ഈ ദോശ തട്ടിൽ നിന്ന് ഇതെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ദോശയും തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഗോതമ്പ് ദോശയാണിത്. ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.